കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 2 ശ്ലോകം 8 ഇന്നലെ ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഈ ശിവൻ എഴുന്നേൽക്കാതെ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആദരിച്ചില്ല വേണ്ട പോലെ എന്ന വിചാരത്തിൽ ദക്ഷന്റെ കോപം വല്ലാതെ കോപിച്ചു. അതായത് ക്ഷമ ഒട്ടും ഇല്ലാത്ത തരത്തിൽ കോപിച്ചിട്ട് ദഹിപ്പിക്കാൻ ഭാവിക്കുകയാണോ എന്ന് തോന്നണ പോലെ പിരികം വളച്ച് ശിവനെ സദസ്സിന് 4 ഭാഗത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പം ഈ ദക്ഷൻ പറയണത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. 9. ശ്രൂയതാം ബ്രഹ്മർഷയോ മേ സഹദേവാ സഹാഗ്നയാ സാധൂനാം ബ്രുവതോ വൃത്തം നാജ്ഞാനാന്ന ച മത്സരാത്. അപ്പോ എന്താ പറയണ വെച്ചാൽ 9 ഇതാണ് പറഞ്ഞത്. സഹദേവാഹ മീൻസ് ദേവന്മാരോട് കൂടിയ സഹാഗ്നയ എല്ലാ അഗ്നിമാരും പറഞ്ഞില്ലേ 49 അഗ്നികളോട് കൂടിയ ബ്രഹ്മർഷിമാരെ, അതായത് അഗ്നികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും സംബോധന ചെയ്യണം, സദസ്സിനെ സംബോധന ചെയ്യണം. ബ്രഹ്മർഷിമാരെ, അഗ്നി ദേവന്മാരെ, ബാക്കി സാധാരണ ദേവന്മാരെ എന്നൊക്കെ. സാധൂനാം സജ്ജനങ്ങളുടെ വൃത്തം ആചാരക്രമത്തെപ്പറ്റി ബ്രുവത മമ, അതായത് ഞാൻ സജ്ജനങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ ആചരിക്കേണ്ട, സജ്ജനങ്ങളെ നല്ല കർമ്മങ്ങൾ എങ്ങനെ ആചരിക്കേണ്ടെന്ന് ശ്രൂയതാം കേൾക്കപ്പെട്ടാലും അജ്ഞാനാത് അറിവില്ലായ്മ കൊണ്ട് ഉള്ളതല്ല, മത്സരാച്ച മത്സരം കൊണ്ടുമല്ല. ഞാൻ പറയണത് അറിവില്ലാഞ്ഞിട്ട് മത്സരം കൊണ്ടുമല്ല എന്ന് പറയണം. എന്താണ് ഇപ്പോൾ ദക്ഷൻ എന്താ വിചാരിക്കണ വെച്ചാല് ഈ ഇന്ദ്രാദി ദേവന്മാരെയും അഗ്നികളെയും ദേവതകളെയൊക്കെ ദേവതകളോടും കൂടിയൊക്കെ ഇരിക്കണ ബ്രഹ്മർഷിമാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ അതായത് സജ്ജനങ്ങളുടെ മര്യാദയെപ്പറ്റി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അതായത് ഞാനത് മത്സരം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് അറിവില്ലായ്മ കൊണ്ടോ ഞാൻ പറയണതല്ല. യഥാർത്ഥമായിട്ടും എന്താണ് സജ്ജനങ്ങളുടെ മര്യാദ എന്ന് ഞാൻ പറയണം. നിങ്ങൾ ഇത് കേൾക്കണം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളിത് കേൾക്കണം. എന്താ കാരണം വെച്ചാൽ ബ്രഹ്മർഷിമാരെ നിങ്ങളിത് കേൾക്കന്നെ വേണം, ബാക്കിയുള്ളവരോടും കൂട്ടുന്നതാണ്. അതായത് എല്ലാവരും എത്ര വലിയ ദേവനായാലും അവനോന്റെ ധർമ്മം അല്ലെങ്കിൽ അവനോന്റെ മര്യാദ പരിപാലിക്കണം. അപ്പോ ബ്രഹ്മർഷിമാരോട് ഞാൻ ആദ്യം പറയണം, ബാക്കിയുള്ളവരും കേട്ടട്ടെ. അപ്പൊ ആരെയും അല്ലാത്ത പെരുമാറ്റം ആരെയും അധപ്പതിപ്പിക്കും എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോണത്. ആരദക്ഷനെ, അതായത് സജ്ജനങ്ങൾക്ക് ഒരു മര്യാദ പാലിക്കേണ്ട ധർമ്മമുണ്ട്. ഇവിടെ കൊണ്ടുവരണത് എന്താ വെച്ചാൽ ശിവൻ മര്യാദ പാലിച്ചില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അവിടെ സദസ്സിൽ കൂടിയിട്ടുള്ള ബ്രഹ്മർഷിമാരെയും അഗ്നി മുതലായിട്ടുള്ള ദേവന്മാരെയും ഒക്കെ വിളിച്ചിട്ട് പറയാണ്, ഞാനൊരു കാര്യം പറയണത് എനിക്ക് മത്സരം കൊണ്ടോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ല, നിങ്ങളിത് കേൾക്കണം. എന്താ വെച്ചാൽ സജ്ജനങ്ങൾ മര്യാദ പാലിച്ചില്ലെങ്കിൽ അത് വളരെ സമുദായത്തിനെ സാരമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ പോണതൊക്കെ നല്ലൊരു ഇൻട്രൊഡക്ഷനോട്ട് പറയാണ് കേട്ടോ ദക്ഷൻ. അപ്പോ ശ്രൂയതാം ബ്രഹ്മർഷയോ മേ സഹദേവാ സഹാഗ്നയാ സാധൂനാം ബ്രുവതോ വൃത്തം നാജ്ഞാനാന്ന ച മത്സരാൽ. ഞാൻ അറിവില്ലായ്മ കൊണ്ടോ മത്സരം കൊണ്ടും പറയണമെന്ന് വിചാരിച്ച് കേൾക്കാണ്ടിരിക്കണ്ടാന്ന്. അയം തു ലോകപാലാനാം യശോഘ്നോ നിരപത്രപ സദ്ഭിരാചരിത പന്ഥ യേന സ്തബ്ധേന ദൂഷിത. അപ്പൊ 10 എന്താ പറയണ വെച്ചാൽ ഓരോന്ന് പതുക്കെ ചാവനം പറയണത് വളരെ ശരിയാണെന്ന് ആദ്യം തന്നെ ഒരു ആമുഖത്തോടു കൂട്ടാ പറയണേ. അയം തു ഇവനാകട്ടെ ലോകപാലാനാം ലോകരക്ഷ ചെയ്യുന്ന ദേവന്മാരുടെ യശോഘ്നഃ, അതായത് എല്ലാ ദേവന്മാരുടെയും യശസ്സിനെ ഇല്ലാണ്ട് ആക്കണ ആളാണ് ഇവൻ. എന്നാ പറയണ ശിവനെ. ഇവനാകട്ടെ അയം തൂന്നാണ് ബഹുമാന്യത. ഇവനാകട്ടെ
ഈ ലോകരക്ഷ ചെയ്യണ നിങ്ങളെപ്പോലുള്ള ദേവന്മാരുടെ ഒക്കെ യശസ്സിനെ കെടുത്തുന്നവനാണെന്ന്. യശോഘ്ന എന്ന് പറഞ്ഞാൽ എന്താ? യശസ്സിനെ നശിപ്പിക്കുന്നവനാണ് ഇവൻ. നിങ്ങളെപ്പോലുള്ള ലോകപാലകന്മാരുടെ എല്ലാവരുടെയും യശസ്സിനെ നശിപ്പിക്കും. എന്താച്ചാൽ നിരപത്രഭ, നാണമില്ലാത്തവനാണ്. ഈശ്വര ശിവനെ പറ്റിയിട്ടാ പറഞ്ഞട്ടോ. സ്തബ്ധേന, വേണ്ടടുത്ത് വേണ്ടത് ചെയ്യാതെ അഹങ്കാരം കാണിക്കണം. ഇവിടെ സ്തബ്ധേനാച്ച എന്താ അർത്ഥിച്ചാൽ അതാത് സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അഹങ്കരിക്കണ ആളെന്നാണ്. ഏന, ഇവനാൽ, സദ്ഭി, സജ്ജനങ്ങളാൽ ആചരിക്കപ്പെടുന്ന പന്ഥ, മാർഗം, ദൂഷിക്കപ്പെട്ടിരിക്കുന്നു. താൻ വന്നപ്പോ നീട്ടു നിന്നില്ല, അത് വളരെ ഒരു അപമര്യാദയായി എന്ന് സ്ഥാപിക്കാനാണ് എന്ത് പറഞ്ഞത്. ഇപ്പൊ ഇവൻ ചെയ്തത്, അതായത് നീട്ടി നിൽക്കാതെ എന്നെ ബഹുമാനിക്കാതിരുന്നത്. ഞാൻ സഭയിലേക്ക് കയറി വന്നപ്പോ ബ്രഹ്മാവ് ഒഴിച്ച് ഇവനൊഴിച്ച് എല്ലാവരും എന്നെ നീട്ടു നിന്ന് ആസനത്തിൽ നിന്ന്, അവരിയ്ക്കുന്ന സിംഹാസനത്തിൽ നിന്നോ എന്താ നീട്ടു നിന്ന് എന്നിൽ ബഹുമാനം കാണിച്ചു. ബ്രഹ്മാവ് പിന്നെ എൻ്റെ അച്ഛനാണ്, സാരില്ലല്ലോ. അപ്പൊ പിന്നെ ഇവൻ മാത്രമേ അങ്ങനെ ഇരുന്നിട്ടുള്ളൂ. അത് വളരെ അപമര്യാദയായിട്ട് ചെയ്തത്. അത് നിങ്ങളുടെയൊക്കെ യശസ്സിനെ അത് ബാധിക്കും. അതായത് നാണമില്ലാത്ത ആളാണ്. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാണ്ട് അഹങ്കാരത്തോടു കൂടി ഇരിക്കണ ഇയാള് ഈ സജ്ജനങ്ങള് സാധാരണ ആചരിക്കണ ആ മര്യാദ ലംഘിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അതായത് ഈ ശിവൻ മര്യാദ ലംഘിച്ചു എന്ന് പറയാണ്. നിങ്ങൾക്കൊക്കെ ശരിക്കും നാണം വേണം അതിനാണ്. അതായത് ദേഹാഭിമാനം കൊണ്ട് അഹങ്കാരം ഉണ്ടായിട്ടാണ് അങ്ങനെ ശിവൻ ചെയ്തതെന്നാ ഞാൻ പറയണതോ. ദക്ഷൻ എന്താ പറയണേ? ഞാൻ പറയണത് എനിക്ക് ദേഹാഭിമാനം ഉണ്ടായിട്ട് സ്വന്തം അഹങ്കാരം കൊണ്ടോ അജ്ഞാനം കൊണ്ടോ ഒന്നുമല്ല ഞാൻ പറയണത്. അതായത് പിന്നെ ശിവന്റെ ശക്തിയൊക്കെ എനിക്ക് ശരിക്കും അറിയുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാലും അത് ചെയ്തത് വളരെ കഷ്ടായിന്ന്. അത് മാത്രല്ല, ഇതിലൊരു തമാശ ഉണ്ട്. എന്താ അറിയോ? ഈ പിന്നെ ഇതില് രണ്ടർത്ഥത്തിൽ വേണമെങ്കിൽ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ പണ്ഡിതഗോപാലനാരല്ലേ. അതായത് ഈ ശിവനാകട്ടെ, ഇവൻ എന്ന് പറഞ്ഞല്ലോ, ഇവനാവട്ടെ ലോകപാലാനം യശോഘ്ന എന്നുള്ളതിന് ഇന്ദ്രാദി ലോകപാലന്മാരുടെ കീർത്തിയെ നിസ്സാരാക്കണം, അത്ര കീർത്തിയുള്ള ആളെന്ന് എടുക്കാമെന്ന്. അതായത് ഈ ദക്ഷൻ ശരിക്ക് മറ്റെന്തിനു മുമ്പ് നമുക്ക് അങ്ങനെ വന്നുല്ലോ, ദക്ഷൻ ശരിക്ക് ചീത്ത പറയുകയാണ് ചെയ്തത്. പക്ഷെ അതിനെ വേണമെങ്കിൽ നന്നായിട്ടുള്ള അർത്ഥത്തിലും പറയാം എന്ന് പറയാണ്. അതായത് അറിയാതെ തന്നെ അതിനെ പ്രശംസിക്കായിട്ടും പറയാം വേണമെങ്കിൽ. ശരിക്ക് അങ്ങനെയല്ല. അതായത് ലജ്ജാഹീനനാണ്, പിന്നെ ഗർഭിഷ്ഠനാണ്, സജ്ജനങ്ങൾ ആചരിക്കണ മര്യാദയൊക്കെ ലംഘിച്ചു എന്നാണ് ശരിക്കർത്ഥം വിചാരിച്ചത്. പക്ഷെ അതിന് ഈ ശിവൻ ബാക്കി ലോകപാലന്മാരുടെ കീർത്തിയെ നോക്കുമ്പോ ഈ ശിവന്റെ കീർത്തി വളരെ വലുതാണ്. അല്ലെങ്കിൽ അവരുടെ കീർത്തി നിസ്സാരമാക്കി തീർക്കാൻ തക്ക മഹാത്മ്യമുള്ള ആളാണ് ശിവൻ. അതുകൊണ്ട് ദിക്പാലന്മാരെ പോലെ നീട്ട് ഉപചാരങ്ങൾ, അതായത് എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് ഉപചാരം ചെയ്യാത്തത് ഒരു സാരമുള്ള കാര്യമല്ല. അതായത് മാന്യന്മാര് ചെയ്യുന്ന മര്യാദയെ പിന്നെ അതിക്രമിക്കുന്നത് അത് തെറ്റായില്ലോ ചെയ്തതെന്ന് ശങ്കിക്കണ്ട എന്നുള്ള അർത്ഥവും എടുക്കാം ഇതിന്. അതാണ് നിരപത്രഭ. ഇദ്ദേഹം ലോകസാമാന്യന്മാരുടെ നിലയിൽ മനസ്സങ്കോചരൂപമായ ലജ്ജാതി വികാരങ്ങൾ ഉള്ളവനല്ല ശരിക്കും നിത്യാനന്ദ സ്വരൂപനാണേ. അതുകൊണ്ട് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാമെന്ന് പറയണ. ശരിക്കും വിചാരിച്ച് കുറ്റാണെങ്കിലും അതിന് വേണമെങ്കിൽ ഇങ്ങനെയും, അതായത് ദക്ഷന് ശരിക്കും ശിവന്റെ മഹാത്മ്യം അറിയെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാവുക ശരിക്കും പറയാച്ച. അപ്പൊ അത് അങ്ങനെ എടുക്കാന്ന് പറയാണ്. അത് വളരെ ഒരു അത്ഭുതമായിട്ടുള്ള കാര്യമാണ് സംസ്കൃതത്തിൽ കേട്ടോ. അങ്ങനെ ഒരേ ശ്ലോകത്തിന് വിപരീതമായിട്ടുള്ള അർത്ഥത്തില് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ പിന്നെ എന്താണ് നമ്മള് പ്രശംസയെ തന്നെ നിന്ദയായിട്ടും പറ്റും, നിന്ദയെ തന്നെ പ്രശംസയായിട്ടും എടുക്കാൻ പറ്റും. ഇതിനു മുമ്പ് നമ്മൾ കണ്ടുവല്ലോ അത്. അപ്പൊ നമുക്ക് പിന്നെ 10 വായിച്ചിട്ട് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഭംഗിട്ടോ. അയം തു ലോകപാലാനാം യശോഘ്നോ നിരപത്രപ സദ്ഭിരാചരിത പന്ഥേന സ്തബ്ധേന ദൂഷിത. അതായത് ബാക്കി സാധാരണ ആൾക്കാരൊക്കെ ചെയ്യണ മര്യാദ ചെയ്യേണ്ട ആളല്ല, അതിലും വലിയ ആളാണ്
ശിവൻ, അതായത് ലോകമര്യാദയ്ക്കും മീതുള്ള ഒരാളാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ വേണമെങ്കിൽ എന്ന് പറയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി 11. ഏഷമേ ശിഷ്യതാം പ്രാപ്തോ യന്മേ ദുഹിതുരഗ്രഹീത് പാണിം വിപ്രാഗ്നിമുഖത സാവിത്ര്യ ഇവ സാധുവത്. ഇതിനും അങ്ങനെ ചെയ്യാം. ഇതില് ഏഷഹ മേ, ഇവൻ എന്റെ ശിഷ്യതാം, ശിഷ്യൻ എന്ന നിലയെ പ്രാപ്ത, സ്വീകരിച്ചവനാണ്. സണ്ണില്ലോ ആണല്ലോ. അപ്പൊ എന്തെന്നാൽ വിപ്രാഗ്നിമുഖത, ബ്രാഹ്മണരുടെയും അഗ്നിയുടെയും മുമ്പില് അല്ലെ വിവാഹേ, സാവിത്ര്യാഹ ഇവ, അതായത് ഗായത്രി മന്ത്രം പോലെ ശുദ്ധമായിട്ടുള്ള എന്റെ ദുഹിതു മകളുടെ പാണിം, കരത്തെ, സാധുവത്, നല്ലവനാണെന്ന് നടിച്ചിട്ട് ഗ്രഹിച്ചിരിക്കുന്നു. ഇവൻ ശരിക്കും പറയാച്ച എൻ്റെ ഒരു ശിഷ്യനെ പോലെയാണ്. അപ്പൊ ഞാൻ വരുമ്പോ നീട്ടി നിൽക്കണം, എന്നോട് ബഹുമാനം കാണിക്കണം. എന്താ കാരണം വെച്ചാൽ അഗ്നിസാക്ഷിയായിട്ട് ഇവള് എൻ്റെ അതിവിശുദ്ധയായിട്ടുള്ള എൻ്റെ മകളെ, ബ്രാഹ്മണരുടെയും അഗ്നിയും ബ്രാഹ്മണരും ഒക്കെ സാക്ഷിയായിട്ട് എൻ്റെ മകളുടെ കരത്തിനെ വളരെ നല്ല അഭിലഷണീയനായിട്ട് വരനാണെന്ന് നടിച്ച് വന്ന് വിവാഹം കഴിച്ച ആളാണ്. അപ്പൊ ഈ സണ്ണിൻലോ എന്ന് പറയുമ്പോൾ പ്രായം കൊണ്ടൊക്കെ ഇതാണല്ലോ. സണ്ണിൻലോ സാധാരണ എപ്പോഴും ഫാദർ ഇൻ ലോനെ കുറച്ച് ബഹുമാനമായിട്ടല്ലേ നമ്മൾ ഇന്നത്തെ ലോകത്തിൽ സാധാരണ നിലയ്ക്ക് സണ്ണിൻലോ ഫാദർ ഇൻ ലോനെ ബഹുമാനിക്കൂല. അപ്പൊ അതാണ് പറയണത് എന്നെ ശിഷ്യൻ എന്ന പോലെയാണ്. കാരണം എൻ്റെ മകളെ എൻ്റെ വളരെ വിശുദ്ധയായിട്ടുള്ള ഗായത്രി മന്ത്രം പോലെ പരിശുദ്ധയായിട്ടുള്ള, അതാണ് സാവിത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ സവിതാവ്, അതായത് സൂര്യന്റെ ആണല്ലോ ഗായത്രി, സൂര്യഗായത്രി എന്നല്ല പറയാ. അപ്പോ ഗായത്രി മന്ത്രം പോലെ പരിശുദ്ധമായിട്ടുള്ള എൻ്റെ മകളെ ബ്രാഹ്മണരെയും അഗ്നിയും സാക്ഷിയാക്കിയിട്ട് നല്ലവനാണ്, ഞാൻ എല്ലാം കൊണ്ടും അഭിലഷണീയനാണ്, ഈ നിങ്ങളുടെ പരിശുദ്ധമായിട്ടുള്ള മകളെ വേളക്കാഞ്ഞ് നടിച്ചു വന്ന് പാണിഗ്രഹണം ചെയ്തതാണ് എൻ്റെ മകളെ. അപ്പൊ എൻ്റെ ശിഷ്യനെ പോലെയല്ലേ എന്ന് പറയണം. ഇനി അതിനും അതെ ഈ സ്തുതിയായിട്ടാണ് വെച്ചാൽ എങ്ങനെയാന്ന് പറയണ്ട പണ്ഡിറ്റ് ഗോപാലനാരുടെ. എന്താ പറയുക, ഈ മഹാദേവൻ, ഈ ശിവൻ ലോകത്തിലത്തെ മര്യാദ അനുസരിച്ചിട്ട് വളരെ വിശുദ്ധയായിട്ടുള്ള എൻ്റെ മകളെ പാണിഗ്രഹം ചെയ്തിരിക്കുന്നു എങ്കിലും എൻ്റെ ശിഷ്യനല്ല എന്ന് പറയാണ്. അതായത് ഈ ശരിക്ക് ദേഷ്യമായിട്ട് പറയുമ്പോൾ സ്തുതിയല്ല, ദേഷ്യമായിട്ട് പറയുമ്പോൾ എന്താ എൻ്റെ ശിഷ്യനെ പോലെ എന്ന് പറഞ്ഞു. ഇതിൽ വേറൊരർത്ഥം എടുക്കുകയാണെങ്കിൽ എൻ്റെ ശിഷ്യനല്ല, എൻ്റെ ശിഷ്യത്വം ഇല്ല, ഇങ്ങനെ ചെയ്താലും എനിക്ക് എപ്പോഴും ഇദ്ദേഹം ഞാൻ അങ്ങോട്ട് ബഹുമാനിക്കപ്പെടേണ്ടവനായിട്ട് തന്നെയാണ് ഇരിക്കണത്. എന്താ വെച്ചാൽ സാധാരണ ഒരു സണ്ണിൻലോവിനെ എന്താണ് ഒരു ബ്രൈഡ് ഗ്രൂമിന്റെ നിലയല്ല ഇദ്ദേഹത്തിനുള്ളതാ. പിന്നെയോ ഈശ്വരനാണ്. അതായത് തമോ ഗുണം സ്വീകരിച്ച് പരമാത്മ ചൈതന്യം തന്നെ തമോ ഗുണം സ്വീകരിച്ച് ശിവന്റെ രൂപെടുത്തതാണ്. അപ്പൊ ഈശ്വരൻ തന്നെയാണ് എൻ്റെ രാമാതാവായി വന്നേ ഉള്ളൂ. ശരിക്കും എൻ്റെ ശിഷ്യത്വം വേണ്ട ആളല്ല, അതിലും മീതുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പുത്രിയുടെ പതി എന്ന നിലയ്ക്ക് സാധാരണ ഫാദർ ഇൻ ലോവിനോട് കാണിക്കണ, ശിഷ്യനോട് കാണിക്കണ ആ ഒരു വിനയവും മര്യാദ എന്നോട് കാണിക്കണം എന്നില്ല ശരിക്കും. കാരണം ഞാൻ അദ്ദേഹത്തിനെ അങ്ങട് വന്ദിക്കുകയാണ് വേണ്ടത്. കാരണം അത്ര ഈശ്വരത്തുള്ള ആളാണെന്ന് അങ്ങനെയും പറയാമെന്ന്. ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ദക്ഷൻ പറഞ്ഞത് എൻ്റെ ശിഷ്യനാണ്, ബ്രാഹ്മണരുടെയും അഗ്നിയുടെയും മുമ്പിൽ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ചതാണ്, നല്ലവനാണെന്ന് ചമഞ്ഞു വന്നിട്ട് വിവാഹം കഴിച്ചതാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയും പറയാം കേട്ടോ. ഏഷമേ ശിഷ്യതാം പ്രാപ്തോ യന്മേ ദുഹിതുരഗ്രഹീത് പാണിം വിപ്രാഗ്നിമുഖത സാവിത്ര്യ ഇവ സാധുവത്. ഇത് വളരെ അത്ഭുതമാണ്. പല പുരാണങ്ങളിലും ഇങ്ങനെ ഈ നിന്ദാസ്തുതി ഉണ്ട്. നിന്ദയാണ് ശരിക്ക്, പക്ഷെ അത് സ്തുതിയായി എടുക്കാം. അപ്പൊ ഞാനൊരു വേറൊരു ദിക്കിൽ വായിച്ചു അതിനെ പറ്റിയിട്ട്. എന്താ നിന്ദാസ്തുതി ആക്കണ ഈ ഇന്റർപ്രിറ്റേഴ്സ്, അതായത് ഇന്റർപ്രിറ്റേഷൻ വ്യാഖ്യാനം ചെയ്യണവർ അതിനെ സ്തുതിയായിട്ട് വ്യാഖ്യാനം ചെയ്യും. എന്താ വെച്ചാൽ ഈ പ്രത്യേക പുരാണം വായിക്കണവർക്ക് ഒരിക്കലും ഒരു ദേവന്മാരോടും നിന്ദ മനസ്സിൽ തോന്നാൻ പാടില്ല. തൽക്കാലം ആ കഥയുടെ ആ ഒരു സന്ദർഭത്തില് ഇപ്പൊ ദക്ഷൻ അങ്ങനെ പറഞ്ഞു എങ്കിലും നമ്മൾ ആരും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അത് വായിക്കണവരും
അതിനെപ്പറ്റി ചിന്തിക്കണവരൊന്നും ഒരിക്കലും അങ്ങനെയല്ല. ദക്ഷൻ അപ്പോൾ ആ സന്ദർഭത്തിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിക്കും നിന്ദിക്കപ്പെടേണ്ടവനല്ല ശിവൻ എന്ന് വായിക്കുന്നവരെ ബോധ്യപ്പെടുത്താനും കൂടിയാണ് അത്ര വ്യാഖ്യാതാക്കള് അങ്ങനെ നിന്ദയെ സ്തുതിയായിട്ട് എപ്പോഴും വ്യാഖ്യാനിക്കണത് എന്ന് ഞാൻ ഒരു ദിക്കിൽ വായിച്ചു. അതുപോലെ ഇപ്പൊ ഇവിടെ നമുക്ക് ശിവനെ നിന്ദയായിട്ട് നമുക്ക് പറയണത് ഒരു സുഖല്യ, അപ്പൊ സ്തുതിയായിട്ടും പറഞ്ഞു. ഇനി 12 ഗൃഹീത്വാ മൃഗശാഭാക്ഷ്യ പാണിം മർക്കടലോചന പ്രത്യുത്ഥാനാഭിവാദാർഹേ വാചാപ്യകൃത നോചിതം. അപ്പൊ നമുക്ക് 12 എന്താ പറയണ വെച്ചാൽ മർക്കടലോചന, കൊരഞ്ഞന്റെ പോലത്തെ തുറിച്ച കണ്ണാണ് ഇവന്. എത്ര നിന്റെ മൃഗശാഭാക്ഷ്യാഹ, മാനിനെ പോലെ മാൻകണ്ണിയായിട്ടുള്ള എൻ്റെ മകളുടെ, ഇവന്റെ കണ്ണെങ്ങനെയാ കൊരഞ്ഞന്റെ കണ്ണാണ്, എൻ്റെ മകളുടെ കണ്ണോ നല്ല ഭംഗിയുള്ള മാൻകണ്ണിയാണ് എൻ്റെ. പാണിം ഗൃഹീത്വ, അങ്ങനെയുള്ള എൻ്റെ മകളെ പാണിഗ്രഹണം ചെയ്തിട്ട് പ്രത്യുത്ഥാനാഭിവാദാർഹേ, എഴുന്നേറ്റ് എൻ്റെ കാല് തൊട്ടിട്ട് നീട്ടിട്ട് എൻ്റെ കാല് തൊട്ട് വണങ്ങാൻ അർഹനായിട്ടുള്ള എൻ്റെ അടുക്കല് ശരിക്കും എന്നെ കണ്ടാൽ നീട്ട് കാല് തൊട്ട് വണങ്ങുക വേണ്ടത്. കാരണം കൊരഞ്ഞന്റെ പോലെ കണ്ണുള്ള ഇവൻ എൻ്റെ മാന്റെ കണ്ണുപോലെ ഭംഗിയുള്ള കണ്ണുള്ള എൻ്റെ മകളെ വിവാഹം കഴിച്ച ആളാണ്. അപ്പൊ എന്നെ കാണുമ്പോൾ ബഹുമാനത്തോടു കൂടി നീട്ട എൻ്റെ കാല് തൊട്ട് വന്ദിക്കുക വേണ്ടത്. ഉചിതം, അതാണ് ശരിക്ക് ചെയ്യേണ്ടത്. വാച അഭി, വാക്കിനാൽ പോലും അകൃത നിർവഹിച്ചില്ല, എന്നെ കണ്ടു തന്നെ നടിച്ചില്ല, നീട്ടതുമില്ല. വാക്കുകൊണ്ട് 4 ഉപചാരം, വാക്കുണ്ടെങ്കിലും ഒന്ന് നമസ്കാരം എന്ന് പറയാ, അതും ചെയ്തില്ല എന്ന്. അതായത് ഒട്ടും അർഹിക്കാത്ത ഒരാൾക്കാണ് എൻ്റെ സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുത്തത്, എനിക്ക് പശ്ചാത്താപം ഉണ്ടെന്ന് തന്നെയാണ് പറയണത്. അത്ര ആ ഒരു നിലയ്ക്കാണ് പറയണത്. ഇനി അത് പറയും ചെയ്യട്ടോ. അതായത് എൻ്റെ ഈ മാനിന്റെ ഭംഗിയുള്ള കണ്ണുള്ള ആ സ്ത്രീ ഇങ്ങനെ ഒരാളാണ് വിവാഹം കഴിച്ചത്. ശരിക്കും പറയാച്ച അയാളെ എന്നെ കാണുമ്പോൾ നമസ്കരിച്ച് കാല് തൊട്ടില്ല നീട്ട് നമസ്കരിക്കേണ്ട ആളെ അത് പോയിട്ട് വാക്കുകൊണ്ട് പോലും എന്നെ ആദരിച്ചില്ല എന്ന് പറയാണ്. ഇനി ഇതില് സ്തുതിയായിട്ട് എന്താ പറഞ്ഞ വെച്ചാല്, ഇതിലെന്താ വെച്ചാല് മർക്കടന്മാരെ പോലെ ചപലന്മാരായ അജിതേന്ദ്രിയന്മാരിൽ ദൃഷ്ടിയോട് കൂടിയവെന്ന ഇതിൽ പറഞ്ഞിട്ടില്ലേ, മർക്കട ലോചന എന്ന്. അതിന്റെ അർത്ഥം ഇതിൽ എന്താ പറയുക, സ്തുതിയാവുമ്പോ അതായത് ഈ വളരെ ഒരു സ്ഥിരതയില്ലാത്ത ആൾക്കാരെ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇവരെ ഈ എങ്ങനെയെങ്കിലും ഒരു സ്ഥിരതയില്ലാതെ ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ആൾക്കാരെയും കൂടി രക്ഷിക്കാനുള്ള കാരുണ്യമുണ്ട് ശിവന്. അപ്പൊ അവരെയൊക്കെ നോക്കി കണ്ടുപിടിക്കുന്നതാണ് അതിൽ അർത്ഥം പറയണത്. അതായത് അത്ര കാരുണ്യവാനാണ് ശിവൻ. ഒന്നിലും സ്ഥിരതയില്ലാണ്ട് ചാടി ചാടി നടക്കണ കൊരഞ്ഞന്മാരെ പോലെ ഒന്നിലും സ്ഥിരതയില്ലാണ്ട് നിൽക്കണവരെ പോലും എങ്ങനെയെങ്കിലും അവർക്കും മോക്ഷം കൊടുക്കണം എന്ന് വിചാരിച്ച് അവരെ നോക്കി നിൽക്കുകയാണ് രക്ഷിക്കാനായിട്ട്. അങ്ങനത്തെ ശിവൻ എന്ന് വേണമെങ്കിൽ പറയാമെന്ന്. അവരെ ഉദ്ധരിക്കണം എന്നുള്ള വളരെ ദയോടുകൂടിയ ആ ദേവൻ അഹങ്കാരിയായ എന്റെയും ദോഷത്തെ തീർത്ത് അനുഗ്രഹിക്കണേ. അതായത് അത്ര ദയുള്ള കൊരഞ്ഞന്മാരെ പോലെ സ്ഥിരതയില്ലാതെ ചാടി നടക്കുന്നവരെ പോലും മോക്ഷത്തിലേക്ക് നയിക്കണം എന്ന് ആഗ്രഹിച്ച് അവരെ കടാക്ഷിക്കുന്ന ഈ ശിവൻ എന്നെ പോലെ, എൻ്റെ മനസ്സും അങ്ങനെ ചഞ്ചലാണ്, എന്നെയും അതുപോലെ കാരുണ്യം കൊണ്ട് ഭാര്യയുടെ അച്ഛനാണല്ലോ എന്ന് വിചാരിച്ച് എന്നെയും കൂടി അനുഗ്രഹിക്കണം എന്നുള്ള നിലയ്ക്കാണ് സ്തുതി. അങ്ങനെയാണ് പറയണത് കേട്ടോ. അപ്പൊ ആദ്യം പറഞ്ഞത് വളരെ മോശമായിട്ട് അല്ലേ, നീട്ടി നിൽക്കാം. പിന്നെ ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാല് ആദ്യം കൊരഞ്ഞന്റെ കണ്ണെന്നൊക്കെ പറഞ്ഞത്, ഇതിൽ നേരെ തിരിച്ചാണ് പറയണത് കേട്ടോ. അപ്പൊ അത് ആണ് 12. ഇനിയിപ്പോ നോക്കട്ടെ എത്ര ഉണ്ടോ നോക്കട്ടെ ഇനി സമയം. ഇങ്ങനെ നിന്ദാസ്തുതി പല ദിക്കിൽ വരിട്ടോ ഭാഗവത്തില്, ഇനിയുണ്ട് 1-2 ദിക്കില്. അപ്പൊ 12 വായിച്ച് നമുക്ക് ഈ സെഷൻ നിർത്താം. ഓക്കെ. ഗൃഹീത്വാ മൃഗശാഭാക്ഷ്യാഹ പാണിം മർക്കടലോചന പ്രത്യുത്ഥാനാഭിവാദാർഹേ വാചാപ്യകൃതനോചിതം. അപ്പൊ പിന്നെന്താണ്, എന്നെ ഇങ്ങനെ എന്നെ നീട്ട് വന്ദിക്കേണ്ട ആള് എന്നെ വാക്കുകൾ കൊണ്ടുപോലും വന്ദിച്ചില്ല എന്ന് പറഞ്ഞു. ഇനി അതായത്
ഒട്ടും അർഹിക്കാത്ത ഒരാൾക്കാണ് എൻ്റെ പുത്രിയെ കൊടുത്തത്, ഞാൻ ഇപ്പൊ പശ്ചാത്തപിക്കണു എന്ന് ദക്ഷൻ ഇനിയുള്ള ശ്ലോകങ്ങളിലും അതന്നെ പറയുന്നുണ്ട്. പിന്നെന്താണ്, ഇനിയും നിന്ദനെയാണ് അന്യ ശ്ലോകങ്ങളിൽ തന്നെയാണ് പറയുന്നത്, കഷ്ടം ഞാനൊരു വിഡ്ഢിത്തായി ചെയ്തത് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ സമയം ഇതാവും. അപ്പൊ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.